ഇവിടെ എല്ലാ സാധനങ്ങളും തന്നെ അരിഞ്ഞ് സെറ്റാക്കി വെച്ചിട്ടുണ്ടാവും. ഇന്നത്തെ സ്പെഷ്യല് ഉരുളക്കിഴങ്ങും സവാളയും വെച്ചിട്ട് ഇറച്ചിക്കറിയുടെ ടേസ്റ്റിൽ എങ്ങനെ ഒരു കറി ഉണ്ടാക്കാന്ന് കേട്ടോ. ഇപ്പൊ നമ്മുടെ കയ്യിൽ ഉരുളക്കിഴങ്ങും സവാളയൊക്കെ ഉണ്ട്, പച്ചമുളകും എല്ലാം ഉണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പൊ നമ്മുടെ കറിക്ക് ആവശ്യമായിട്ടുള്ള തക്കാളി, 2 കഷ്ണം തക്കാളി, പിന്നെ സവാള, ഉരുളക്കിഴങ്ങ്, ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, അതെല്ലാം ഉണ്ട് കേട്ടോ. അതൊന്ന് ശരിക്കും ഒന്ന് അരിഞ്ഞു വെക്കണം. അതിന് മുമ്പ് നമുക്ക് ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ഉരുളക്കിഴങ്ങ് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ട് ചെറുതായിട്ടൊന്ന് വേവിച്ചെടുക്കണം. അപ്പൊ അത് നമുക്ക് ഉരുളക്കിഴങ്ങൊന്ന് അറിയാം. ഇതുപോലെ ചെറുതായിട്ട് അറിയാം. മുളക് ഇതുപോലെ ലേശം 2-3 നീളത്തിൽ കീറിടാ. തക്കാളി, എല്ലാ സാധനങ്ങളും തന്നെ അരിഞ്ഞ് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഉരുളക്കിഴങ്ങ് ഒരു കുറച്ച് നേരം അത് ഒന്ന് ചെറുതായിട്ടൊന്ന് വേവിച്ച് വെക്കണം കേട്ടോ. ഉരുളക്കിഴങ്ങ് ആദ്യം ഇച്ചിരി വെള്ളം വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് വേവിച്ചെടുക്കാം. അന്നേരമാണ് നമുക്ക് മറ്റുള്ള കൂട്ടിലേക്ക് ഇടുമ്പോൾ അതിൻ്റെ അത് സെറ്റാവുള്ളൂ. ചെറുതായിട്ടൊന്ന് വേവിക്കണം. വേവ് നമുക്ക് എത്രത്തോളം വേണമെന്ന് നിങ്ങളുടെ അഭിരുചി അനുസരിച്ചിരിക്കും. കിഴങ്ങ് ചെറുതായിട്ടൊന്ന് വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് മാറ്റി വെച്ചേക്കാം. അത് നമുക്ക് ഈ സവാളയൊക്കെ ഒന്ന് വഴറ്റിയെടുക്കുന്നതിന് ആവശ്യമായിട്ടുള്ള എണ്ണ ഒഴിക്കണം കേട്ടോ. ലേശം കഴുകാൻ പൊടിക്കും കേട്ടോ. അതിനുശേഷം നമ്മൾ അരിഞ്ഞ് വെച്ചേക്കണ തക്കാളി, മുളക്, വെളുത്തുള്ളി അതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് ശരിക്കും ഇളക്കി കൊടുത്തേക്കാം. നമ്മളിട്ട് തക്കാളി സവോളയൊക്കെ ഏകദേശം ഒന്ന് നല്ല രീതിയിലൊന്ന് വഴറ്റിയെടുത്തുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ അകത്തേക്ക് നമ്മൾ മഞ്ഞൾപ്പൊടി ഇടണം. 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി. ഈ മുളക് ഒരിച്ചിരി ഇഷ്ടമുള്ള കാരണം നമ്മൾ മുളക് പൊടി ഇട്ടിട്ടുണ്ട് കേട്ടോ. മുളക് പൊടി ഒരു 1.5 ടീസ്പൂൺ ഇട്ടിട്ടുണ്ട്. പിന്നെ മീറ്റ് മസാല, നമുക്ക് ഇറച്ചിയുടെ ഒരു ടേസ്റ്റ് വേണം, അതുകൊണ്ട് നമ്മളൊരു മീറ്റ് മസാല 1 ടേബിൾ സ്പൂൺ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇതെല്ലാം ഒന്ന് സെറ്റായിട്ടൊന്ന് ഇളക്കിയെടുക്കണം. ഈ പൊടി നമ്മളിട്ട ഈ പൊടിയുടെ ഒരു പച്ചച്ചൊവ അങ്ങ് മാറാൻ വേണ്ടി നന്നായിട്ടൊന്ന് ഇളക്കി
നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരും കേട്ടോ. അതുപോലെ ഒന്ന് ഇളക്കി സെറ്റാക്കി എടുക്കാം. പാകത്തിനുള്ളൊരു ഉപ്പും കൂടി ഇച്ചിരി കൊടുക്കാം. അതിനുശേഷം നമ്മൾ ആദ്യം വേവിച്ച് വെച്ച ഉരുളൻകിഴങ്ങ് ഇതിൻ്റെ അകത്തിട്ട് ശരിക്കും ഒന്ന് ഇളക്കി ഒന്ന് സെറ്റാക്കാം കേട്ടോ. അതിനുശേഷം കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് മൂടി വെച്ചേക്കാം നമുക്ക്. ഇച്ചിരി കറിവേപ്പിലയും കൂടി ഇടാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഉരുളൻകിഴങ്ങ് കറി ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ. ഉപ്പ്